ഞാനും ഇന്നത്തെ സംവിധായകൻ റാഫി, ഇപ്പം മൺമറഞ്ഞു പോയ കലാഭവൻ അനീഫ്, പിന്നെ സംവിധായകൻ മക്കാട്ടൻ, ഞങ്ങൾ 4 പേരായിരുന്നു ആദ്യം. അപ്പം അതിനുശേഷം പിന്നെ കൊച്ചിൻ ഓസ്കാറിൽ ഞാൻ, അബി, നാദിർഷ, അരവിന്ദാക്ഷക്കുറുപ്പ്, റൊണാൾഡോ പൊയ്യ, ആൻ്റണി വഴക്കുളം. അതിനുശേഷം കൊച്ചിൻ സാഗർ എന്നൊരു പുതിയ ട്രൂപ്പ് അബി തുടങ്ങി. അപ്പോൾ ഞാനായിരുന്നു എൻ്റെ ലീഡർ. അന്ന് ദിലീപ്, അബി, നാദിർഷ, നാരായണൻകുട്ടി, ഷിയാസ്, സന്തോഷ്, നന്ദു പൊതുവള, റോജി, ഇത്രയും പേരായിരുന്നു. അത് നല്ല എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ നൗഷാദ് എന്ന് പറയുക, ഏറ്റവും ജൂനിയർ ഞങ്ങളൊരു നൗഷാദും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു. അതൊരു 2-3 വർഷം ഒന്ന് ഈ മിമിക്സ് പരേഡിൻ്റെ ഒരു പുഷ്കല കാലമായിരുന്നു, ഡെയിലി പ്രോഗ്രാം. അത് ഭയങ്കര രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിനൊന്ന് വെച്ച് വരുന്നത്. ഞാനായിരുന്നു അനൗൺസർ, കംപ്ലീറ്റ് ഇത് ചെയ്യുന്നത് ഞാൻ അനൗൺസർ ചെയ്യാനാണ്. ദിലീപ് വന്ന ഇന്നസെൻറ്റിനെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും. നാദിർഷ ഈ ദിലീപും കൂടെ ഒരു ഇന്നസെൻറ്റിൻ്റെ ഒരു കുമ്പസാര പ്രോഗ്രാം ഉണ്ട്, അത് ഭയങ്കരമായിരുന്നു. ഇന്നസെൻ്റ് അച്ഛനായിട്ട് ദിലീപ് ഒരു ഓഹയൊക്കെ ഇട്ടപ്പോൾ നാദിർഷ കുമ്പസരിക്കാൻ വേണ്ടി വന്നു. അതൊക്കെ അന്നത്തെ ഹൈലൈറ്റ് ക്യാരക്ടറായിരുന്നു. പിന്നെ അബിയുടെ ആമിനത്താത്ത, അപ്പോൾ ഈ ആമിനത്താത്ത കളിക്കുമ്പോൾ എൻ്റെ ഭർത്താവായ ബീരാനിക്ക് ഞാനായിരിക്കും. ഞങ്ങൾ അതെ, ഞങ്ങൾ ഒരുപാട് കാസറ്റും സ്റ്റൈലുകളും. അപ്പോൾ ബീരാനിക്ക് ഞാൻ ഫുള്ളിങ്ങനെ കളിക്കും. പിന്നെ ഷിയാസിൻ്റെ രജനീകാന്ത്, നാരായണക്കുട്ടിയുടെ ഒരു ബദർക്കുള്ള വാർത്ത, സന്തോഷിൻ്റെ മ്യൂസിക്, പിന്നെ നന്ദു പൊതുവാൾ ഈ പറഞ്ഞ പോലെ ഓളിനോളായിട്ട് എല്ലാത്തിലും ഉണ്ടാവും, നൗഷാദ്, എല്ലാവരും കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അപ്പം അന്ന് മിമിക്സ് പരേഡിന് ഏറ്റവും ടോപ്പ് കാലമായിരുന്നു, സുവർണ്ണ കാലമാണ്.